കോളേജിൽ പഠിക്കാൻ നേരത്ത് നമ്മുടെ ആരുടെയും കയ്യിൽ ഭയങ്കര പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. വീട്ടിൽ നിന്ന് തന്നെ പോക്കറ്റ് മണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടിയും ജീവിച്ച് പോവുക, അതാണ് കോളേജിൻ്റെ മെയിൻ ഇത്. പക്ഷേ എനിക്ക് ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണ്. എൻ്റെ ഫണ്ണെന്ന് പറയുമ്പോൾ വേറെ ആളുടെ ഫണ്ണും ആയിട്ടുള്ള ഡെഫിനിഷൻ വേറെ ആയിരിക്കും. എനിക്ക് കൂടുതലിഷ്ടം ബ്രഞ്ചസിന് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഈ ഒരു ബർത്ത്ഡേയുടെ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട് ആഷ്നിയാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായില്ല. കാരണം ഞാൻ കരുതിയത് പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട് അനന്യ ഞങ്ങൾക്കൊരു ട്രീറ്റ് തരുന്നുണ്ട്, സോ അവിടെ വെച്ചിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്നാണ്. പക്ഷെ ഞങ്ങൾ സവാനയിൽ നിന്ന് ഓർഡർ ചെയ്ത ഗിഫ്റ്റ് 24th വരുള്ളൂ. അവളുടെ ബർത്ത്ഡേ ആണെങ്കിൽ 16th ഫെബ്രുവരിയിലാണ്. സോ ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഇത് പറ്റി. അതുകൊണ്ടാണ് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാമെന്ന്. ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത് ഞാൻ നോ പറയുന്നില്ല, എന്തായാലും കൊടുക്കാം എന്നുള്ള രീതിയിൽ. ആ ടൈമിൽ ഞങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഗിഫ്റ്റിനാണ് ഞങ്ങൾ പൈസ മുടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്കിനും ബലൂൺസും കൂടി വാങ്ങാമെന്ന് കരുതി. ആ സമയത്ത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് സാഹിൽ, അവൻ നെതർലാൻഡ്സിലാണ്. അവന് ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പ്രസൻറ്റ് പോലും അല്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ സെമിസ്റ്ററിലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അനന്യ എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പൈസ തന്നതാണ്, അവൾ ടൈം തന്നതാണ്, അവളുടെ എഫേർട്ട് ഇട്ടതാണ്, സോ ഞാനും പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആഷ്നി സാഹിലും കൂടി 126 റുപ്പീസ് ഈച്ചിട്ട് ഈ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തി. ആൻഡ് അനന്യ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഈ നിൽക്കുന്ന പിള്ളേരെയൊന്നും അറിയാൻ കൂടി പാടില്ല. അപ്പുറത്ത് നിൽക്കുന്ന പിള്ളേരെ പോയി വിളിച്ചോണ്ട് വന്നതാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അനന്യ തന്ന ട്രീറ്റിനെ പറ്റിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് അനന്യ, ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് അനന്യ ഇസ് ഫ്രം ഉദയ്പൂർ രാജസ്ഥാനാണ് കേട്ടോ. ഷീ ഈസ് സച്ച് എ ക്യൂട്ടി ഗേൾ. ആൻഡ് ഇതാണ് ആഷ്നി. ബൈ ബൈ.